നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികം വിവാദങ്ങളിലൊന്നും തന്നെ വരാത്ത ഒരു മന്ത്രിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. തന്റെ ഭാര്യയുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെല്ലാം തന്നെ വന്നപ്പോഴും അതിനൊന്നും തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നില്ല. എന്നാൽ വീണ്ടും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസുമായി നേരിട്ട് ഇപ്പോൾ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഈ ഒരു ഉയർന്നു വന്നിട്ടുള്ള പിൻവാതിൽ നിയമനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് CPM യുവ നേതാവ് PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് മറ്റൊരാളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന വാർത്ത പുറത്തു വന്നത്. CPM അംഗം കോഴ വാങ്ങിയത് PSC ഹോമിയോ ഡോക്ടർ നിയമനത്തിന് വേണ്ടിയാണെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം. PSC അംഗത്വം ആദ്യം വാഗ്ദാനം ചെയ്തെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഹോമിയോ ഡോക്ടർ നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയായ പ്രമോദ് കോട്ടൂളിയാണ് തട്ടിപ്പുകാരൻ എന്നത് മന്ത്രിയെയും പാർട്ടിയെയും എല്ലാം തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. റിയാസാണ് സർക്കാരിലെ അധികാര കേന്ദ്രമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. വിഷയത്തിൽ ആദ്യം പാർട്ടി പ്രവർത്തകരാണ് പരാതി നൽകിയത്. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെയാണ് പരാതി. ഇതിനുശേഷമാണ് മന്ത്രി പാർട്ടിയിൽ പരാതിപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ PSC അംഗത്തിന് വേണ്ടി കോഴ വാങ്ങിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രമോദ് കോട്ടൂളിക്കെതിരെ കടുത്ത നടപടി പാർട്ടി സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. CATUവിന്റെ ചുമതലകൾ വഹിക്കുന്ന നേതാവാണ് പ്രമോദ്. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം പ്രമോദിനെ പുറത്താക്കിയേക്കും. CATUവിൽ നിന്നും പുറത്താക്കും. അംഗത്വത്തിന് 22 ലക്ഷം രൂപ കോട്ടൂളി സ്വദേശിയായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് കൈമാറിയെന്നും പരാതി നൽകിയത്. സംഭവം പാർട്ടിക്ക് നാണക്കേടായതോടെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. തന്റെ പേര് തട്ടിപ്പ് നടന്നുവെന്ന് അറിഞ്ഞിട്ട് മന്ത്രി പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മന്ത്രി പോലീസിൽ അറിയിക്കേണ്ട വിഷയമാണ് ഇതെന്നാണ് പൊതുവിൽ ഉയർന്നിരിക്കുന്ന വാദങ്ങൾ. പ്രമോദിനെതിരെ പോലീസിൽ കേസെത്തിയാൽ പാർട്ടി ഇടപെടില്ലെന്നും അറിയിച്ചിരിക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിന് പുറമെ MLA-മാരായ KM സച്ചിൻ ദേവും തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട്. 60 ലക്ഷം നൽകിയാൽ PSC അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ 20 ലക്ഷം PSC അംഗത്വത്തിനും 2 ലക്ഷം മറ്റു ചിലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ കൈമാറി. വനിതാ ഡോക്ടർക്ക് വേണ്ടി ഭർത്താവാണ് പണം നൽകിയത്. അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തെങ്കിലും നടന്നില്ല. ഇതോടെയാണ് ഡോക്ടർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത്. കോട്ടൂളി ഘടകം ഇത് ജില്ലാ കമ്മിറ്റിക്കും കൈമാറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയത് എന്ന ആരോപണം പരാതിയിലുള്ളതിനാൽ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കൈമാറിയിട്ടുണ്ട്.